ഹലോ കുട്ടീസ്, അപ്പം ഞാനൊരു കല്യാണത്തിന് പോകാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്. ഈ ഡ്രസ്സ് ന്യൂ ഫാഷൻ എന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ വില ഒരു 390 അങ്ങനെയൊക്കെ വരുന്ന ഒരു റേറ്റ് ആണെന്നാ തോന്നുന്നു. 300 സംതിങ് അത്രേ ഉള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റാണ്. എനിക്ക് ഇച്ചിരി വലുതാണ്. അടിച്ചെടുത്ത ഈ ഒരു സൈസൊക്കെ വയ്ക്കും. പക്ഷെ നല്ല അടിപൊളി കേട്ടോ, നല്ല ഡ്രസ്സാണ്. ഡ്രസ്സിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണത്തിൻ്റെ സമയമായെന്നത് ഓർമ്മിച്ചത്. പിന്നെ പെട്ടെന്ന് ഞാൻ ഹെൽമെറ്റും വെച്ച് ഇറങ്ങി. അപ്പം ഞാനും അമ്മയും കൂടെയാണ് കല്യാണത്തിന് പോകുന്നത്. നമ്മൾ ഇന്ന് സ്കൂട്ടിയിലാണ് പോകുന്നത്. നഗരൂരൊക്കെ പോകാൻ നമ്മൾ സ്കൂട്ടിയാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി കാത്തു നിന്നപ്പോഴത്തേക്ക് അമ്മ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ കല്യാണത്തിൽ എത്തിയതാ ഇതുപോലെ ജ്യൂസിൻ്റെ സെക്ഷനിലാണ് എൻ്റെ കണ്ടു പോകുന്നത്. ഏത് കല്യാണത്തിന് പോയാലും ഞാൻ ഫസ്റ്റ് പന്തിയിൽ തന്നെ കയറി ആഹാരം കഴിക്കാറുണ്ട്. ഇവിടെ അത് തന്നെ ആവർത്തിച്ചു. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനും പപ്പടവും സാലഡും അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ എൻ്റെ ദൈവമേ സ്വർഗ്ഗം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതെന്ന് ചോദിച്ചാൽ ദാ ബിരിയാണിയാണ്. അത് ബീഫും ചിക്കനും മട്ടനൊന്നുമില്ല. ഏത് ബിരിയാണി ആണെങ്കിലും ഞാൻ കഴിക്കും. എന്നെ പോലെ ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അങ്ങനെ ബിരിയാണിയും കഴിച്ച് കയ്യും കഴുകി പുറത്തോട്ട് ഇറങ്ങിയത് എന്താ നമ്മുടെ ഐസ്ക്രീമിനെ കണ്ടു. നല്ല സ്ട്രോബെറി ഐസ്ക്രീമാണ് ഞാൻ എടുത്തത്. അതും കഴിയുന്നത് ദാ എൻ്റെ കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടു. കുഞ്ഞൂസാണ് കേട്ടോ എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ. ഇവാൻകുട്ടൻ എന്നാണ് യഥാർത്ഥ പേര്. പേരെന്താ? പേര് പറ. ഇവാനാണോ വാവയാണോ കുഞ്ഞൂസാണോ? പേരെന്താ? പേര് പറ. ഞാനും ഇവാൻകുട്ടൻ്റെ അമ്മയും കൂടെ കല്യാണത്തിൻ്റെ പെണ്ണിനെയും ചെറുക്കനെയും കാണാനായിട്ട് സ്റ്റേജിലോട്ട് കയറി. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് പെണ്ണിനെയും ചെറുക്കനെ ചെറുതായിട്ടൊന്ന് കാണാനേ പറ്റുള്ളൂ. ഇവാൻകുട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഹലോ കുട്ടീസ്, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. അയ്യോ എന്തൊരു വെയിലായിരുന്നു പുറത്തെന്നറിയാവോ. നല്ല ചൂടായിരുന്നു. പിന്നെ സ്കൂട്ടി പോയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റി. ബാക്കിൽ കാണുന്ന ഈ കുഞ്ഞു കൈകൾ ഉണ്ടായിരുന്നോ, ഇത് ന്യൂട്ടൻ്റെ ആണ് കേട്ടോ. ഇത് ഈ നമ്മുടെ ഇംഗ്ലീഷ് കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ കൈ ഇങ്ങനെയൊക്കെ കളറിൽ മുക്കി വയ്ക്കൂലേ, അങ്ങനെ എൻ്റെ ഐലൈനറിൽ മുക്കി വെച്ചേക്കുന്ന കൈപ്പാദങ്ങളാണ്. കൈപ്പാദമല്ല, കൈയാണ്. കൈ ഇതിനെന്താ കൈ വെള്ള അല്ലേ? ഈ കൈ വെള്ളയാണ് ഈ കാണുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം. അത്രയ്ക്ക് ക്ഷീണമുണ്ട്, നല്ല തലവേദനയുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.